ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലീഗൽ ഡയസ്. ഈ ഒരു വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രേഡ് ഇൻ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ അണ്ടറിൽ വരുന്ന ദ കോപ്പിറൈറ്റ്സ് ആക്ട് 1957 ബാലൻസ് ടോപ്പിക്കാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് നോക്കിയിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കാണാത്തരാണെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുകയെന്ന് നോക്കാം. ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അസൈൻമെൻറ്റ് ആൻഡ് ലൈസൻസ് ഓഫ് കോപ്പിറൈറ്റ് എന്നുള്ളൊരു ടോപ്പിക്കാണ്. അപ്പോൾ ഒരു വർക്കിൻ്റെ അകത്ത് കോപ്പിറൈറ്റിന് നമുക്ക് പല രീതിയിൽ പല മാനർ ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ ഉണ്ട്, ഒരുപാടുണ്ട്, ന്യൂമറസ് ആയിട്ടുണ്ട്, അതായത് ഒത്തിരി ഉണ്ട്. അപ്പോൾ ഒരു കോപ്പിറൈറ്റ് എന്ന് പറയുന്നത് ഒരു ബണ്ടിൽ ഓഫ് റൈറ്റ് ആണ്. അത് ഓരോന്നും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമുക്ക് എക്സസൈസ് ചെയ്യാനായിട്ടും പറ്റും. അപ്പം ഇവിടെ ഒരു നോവലിനെ നമുക്ക് വോളിയമായിട്ട് പബ്ലിഷ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു മാഗസിൻ്റെ അകത്ത് ഇതുപോലെ ഒരു പല പല സീരിയൽസ് ആയിട്ട് അങ്ങനെ പബ്ലിഷ് ചെയ്യാനായിട്ട് പറ്റും. അല്ലെങ്കിൽ ഇതിനെ ലൈസൻസ്ഡ് ആക്കിയിട്ട് ഒരു ഫിലിം ആക്കി മാറ്റാൻ വരെ പറ്റും. അപ്പം ഈ ഓരോ റൈറ്റുകളും അസൈൻ ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു ലിമിറ്റഡ് ടേമിലേക്ക് ലൈസൻസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെ ഈ ഒരു ഓണർഷിപ്പിൻ്റെ ട്രാൻസ്ഫറിനെയാണ് നമ്മൾ അസൈൻമെൻ്റ് എന്ന് വിളിക്കുന്നത്. അപ്പം ഈ ഒരു റൈറ്റ് ഓഫ് ഓണർഷിപ്പ് ആർക്ക് കൊടുക്കുകയാണ്? അസൈനിക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയാണ്. അതിനെയാണ് നമ്മൾ അസൈൻമെൻറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പം ഒരു ലൈസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് എ പെർമിഷൻ ടു ഡു സംതിങ് ഇൻ റെസ്പെക്റ്റ് ഓഫ് ദ വർക്ക്. ആ ഒരു വർക്കുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനായിട്ടുള്ള പെർമിഷൻ കിട്ടുന്നതിനെയാണ് ലൈസൻസ് എന്ന് പറയുന്നത്. അസൈൻമെൻറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? അതേ റൈറ്റിൻ്റെ തന്നെ ആ ഒരു ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയാണ്. ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് ഓഫ് ദ റൈറ്റ് ടു ദി അസൈനി. ദെൻ ഇതിനകത്ത് തന്നെ അസൈൻമെൻറ്റ് ഓഫ് കോപ്പിറൈറ്റ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ സെക്ഷൻ 18, 19, 19A എന്ന് പറഞ്ഞിട്ട് 3 സെക്ഷൻസിലാണ് ഈ ഒരു കോപ്പിറൈറ്റിൻ്റെ അസൈൻമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നത്. അപ്പം ഈ ഒരു അസൈൻമെൻറ്റ് എന്ന് പറയുന്നത് മേ ബി ദ ഹോൾ ഓഫ് ദ റൈറ്റ് ഓർ ഫോർ ദ പാർട്ട് ഓഫ് ദ റൈറ്റ്സ് ഓൺലി. ഇത് മൊത്ത റൈറ്റുകളെയും ട്രാൻസ്ഫർ നടത്താം, അല്ലെങ്കിൽ ഒരു കുറച്ച് റൈറ്റുകൾ മാത്രം ട്രാൻസ്ഫർ ചെയ്യാനായിട്ടും പറ്റും. അപ്പോൾ അങ്ങനെ ഈ ഒരു അസൈൻമെൻറ്റ് ഓഫ് കോപ്പിറൈറ്റ് എന്ന് പറയുന്നത് അബ്സല്യൂട്ട് ആകാം, അല്ലെങ്കിൽ സബ്ജക്റ്റ് ടു സർട്ടൻ ലിമിറ്റേഷൻസ്. ഒന്നുകിൽ ഫുള്ളായിട്ട് റൈറ്റുകൾ മൊത്തം കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ചില ലിമിറ്റേഷൻസ് വെച്ചിട്ട് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഒക്കെ വെച്ചിട്ട് കുറച്ച് പരിമിതികൾ വെച്ചിട്ട് ആ ഒരു റൈറ്റിന് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ രണ്ട് രീതിയിലും ആ ഒരു ട്രാൻസ്ഫർ അവിടെ നടക്കാം, അസൈൻമെൻറ്റ് നടക്കാം. അപ്പോൾ അസൈൻമെൻ്റ് എന്ന് പറയുന്നത് വാലിഡ് ആകണം എന്നുണ്ടെങ്കിൽ അത് റൈറ്റിങ്ങിലായിരിക്കണം, ആൻഡ് അത് അസൈനർ സൈൻ ചെയ്തിരിക്കണം, അല്ലെങ്കിൽ അസൈനർ ഡ്യൂലി ഓതറൈസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഏജൻറ്റ് ഇത് സൈൻ ചെയ്തിരിക്കണം. ഇത്രയാണ് അവിടുത്തെ ആ ഒരു അസൈൻമെൻറ്റ് വാലിഡ് ആകാനുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത്. ദെൻ ഈ ഒരു അസൈൻമെൻറ്റ് ഇൻസ്ട്രുമെൻറ്റിൻ്റെ അകത്ത് ഈ വർക്കിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരിക്കണം. ആ ഒരു വർക്ക് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കണം. ദെൻ ഈ അസൈൻഡ് ആയിട്ടുള്ള ആളുടെ റൈറ്റുകൾ എന്തൊക്കെയാണ്, അസൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്ന റൈറ്റുകൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരിക്കണം. ദെൻ ആ ഒരു അസൈൻമെൻറ്റിൻ്റെ തന്നെ ഡ്യൂറേഷൻ എത്രയാണ്, അതുപോലെ അതിൻ്റെ ടെറിട്ടോറിയൽ എക്സ്റ്റെൻറ്റ്, ഏത് പരിധി വരെയാണ് ഈ ഒരു ട്രാൻസ്ഫറിൻ്റെ ആ ഒരു എക്സ്റ്റെൻറ്റ് എന്നുള്ളൊരു കാര്യം. അപ്പോൾ ടെറിട്ടോറിയൽ എക്സ്റ്റെൻറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആ ഒരു അസൈൻമെൻറ്റ് ഇൻസ്ട്രുമെൻറ്റിനകത്ത് ഉണ്ടായിരിക്കണം. ഇനി ഇൻസ്ട്രുമെൻറ്റ് ഓഫ് അസൈൻമെൻറ്റ് ഓഫ് കോപ്പിറൈറ്റ് ഷാൽ സ്പെസിഫൈ ദ എമൗണ്ട് ഓഫ് റോയൽറ്റി പേയബിൾ ടു ദ ഓതർ ഓർ ഹിസ് ലീഗൽ ഹെയർ. അപ്പോൾ ലീഗൽ ഹെയറിനോ അല്ലെങ്കിൽ ആ ഒരു ഓതറിനോ കിട്ടേണ്ട റോയൽറ്റി എത്രയാണ്, ആ ഒരു എമൗണ്ട് എത്രയാണ് എന്നുള്ള കാര്യവും ഈ ഒരു അസൈൻമെൻറ്റിൻ്റെ ഇൻസ്ട്രുമെൻറ്റിൻ്റെ കോപ്പിക്കകത്ത് കൊടുത്തിട്ടുണ്ടായിരിക്കണം. ഇനി അടുത്ത നോക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു അസൈനി അയാൾക്ക് കൊടുത്തിരിക്കുന്ന ആ ഒരു റൈറ്റ്, അസൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്ന റൈറ്റുകൾ ഈ അസൈൻമെൻറ്റിൻ്റെ ഡേറ്റിൽ നിന്നും 1 വർഷത്തിനുള്ളിൽ ആ പറയുന്ന റൈറ്റുകൾ എക്സസൈസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതവിടെ ഇലാപ്സ്ഡ് ആകും. അത് എപ്പോഴാണ്? ഓൺ ദ എക്സ്പയറി ഓഫ് 1 ഇയർ. ആ ഒരു 1 ഇയർ കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കും അയാളുടെ ആ റൈറ്റ് അവിടെ സ്റ്റോപ്പായിട്ട്, അൺലെസ് അതർവൈസ് എക്സ്പ്രസ്ലി പ്രൊവൈഡഡ്. അതായത് ഇപ്പം അല്ലാതെ പറയുവാണ് ഈ 1 ഇയർ ഇയാൾ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ഇത് എക്സ്റ്റെൻഡഡ് ആകും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ അല്ലാത്തടത്തോളം കാലം 1 ഇയർ എക്സ്പയർ ആകുമ്പോഴത്തേക്കും ആ റൈറ്റ് അവിടെ സ്റ്റോപ്പ് ആവുകയാണ് ചെയ്യുന്നത്. ഇനി ഇപ്പം പീരീഡ് ഓഫ് അസൈൻമെൻറ്റ് സ്റ്റേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ വരുമ്പം പീരീഡ് ഓഫ് അസൈൻമെൻറ്റ് എത്ര ആയിട്ടായിരിക്കും കണക്കാക്കുന്നത്? ആ ഒരു ഡേറ്റ് ഓഫ് അസൈൻമെൻറ്റിൽ നിന്നും 5 വർഷം എന്നുള്ള രീതിയിലായിരിക്കും ഡീം ചെയ്യപ്പെടുന്നത്. ഒന്നുകിൽ സ്പെസിഫിക്കലി അതിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും, അതല്ലെന്നുണ്ടെങ്കിൽ നോർമലി എത്രയാണ് കണക്കാക്കുന്നത്? 5 വർഷം.
അതുപോലെ തന്നെ ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ ആ ഒരു കോപ്പിക്കകത്ത് എന്താ വർക്കിനെ ഐഡൻറ്റിഫൈ ചെയ്യണം, റൈറ്റ് എന്തൊക്കെയാണെന്ന് പറയണം, ഡ്യൂറേഷൻ പറയണം, ടെറിട്ടോറിയൽ എക്സ്റ്റെൻറ്റ് പറയണം. അപ്പോൾ അതിൽ തന്നെ നമ്മൾ റൈറ്റിനെ പറ്റി പറഞ്ഞു, ഡ്യൂറേഷൻ്റെ കാര്യം പറഞ്ഞു. ഇനി ഈ ഒരു എക്സ്റ്റെൻറ്റ് ടെറിട്ടോറിയൽ എക്സ്റ്റെൻറ്റ് എന്ന് പറയുന്നതും സ്പെസിഫൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതെന്തായിട്ടായിരിക്കും കരുതപ്പെടുന്നത്? ആ ഒരു എക്സ്റ്റെൻറ്റ് ഇന്ത്യക്കുള്ളിലാണ്, വിത്തിൻ ഇന്ത്യ ആണ് എന്ന് തന്നെ ആയിരിക്കും കണക്കാക്കുന്നത്. ഇനി ഈ ഒരു ഓദർ ചില റൈറ്റുകൾ അസൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്നത് അസൈനിക്കാണ്. അപ്പോൾ അങ്ങനെ ഉള്ളപ്പം അസൈനിക്ക് ഈ ഒരു ഓദറിനെ റീസ്ട്രെയിൻ ചെയ്യാൻ പറ്റും. എന്തിൽ നിന്നാണ്? ഫ്രം എക്സസൈസിങ് ദോസ് റൈറ്റ് വിച്ച് ഹാവ് ബീൻ അസൈൻഡ് ടു ഹിം ബൈ മൂവിങ് ടു എ കോർട്ട് ഓഫ് കോമ്പീറ്റൻറ്റ് ജൂറിസ്ഡിക്ഷൻ. അതായത് ഇപ്പം എ എന്ന് പറയുന്നതാണ് ഓദർ, ബി എന്ന് പറയുന്നതാണ് അസൈനി. അപ്പോൾ ഈ എ എന്ത് ചെയ്തു? ബിക്ക് കുറച്ച് റൈറ്റുകൾ അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ എ അസൈൻ ചെയ്ത് കൊടുത്ത എന്തെങ്കിലും ഒരു റൈറ്റുകൾ എ തന്നെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ബിക്ക് ഒരു കോമ്പീറ്റൻ്റ് ജൂറിസ്ഡിക്ഷനുള്ള കോടതിയിലേക്ക് പോയിട്ട് ഈ എ ആ ഒരു ബിക്ക് അസൈൻ ചെയ്ത് കിട്ടിയ ആ ഒരു കാര്യം, ആ റൈറ്റുകൾ എ എക്സസൈസ് ചെയ്യുന്നതിൽ നിന്നും റീസ്ട്രെയിൻ ചെയ്യാൻ പറ്റും, തടയാനായിട്ട് പറ്റും. അതാണ് ആ ഒരു അസൈനിക്ക് അവിടെ കിട്ടുന്ന ഒരു റൈറ്റ് എന്ന് പറയുന്നത്. ദെൻ ഈ ഒരു കോപ്പി റൈറ്റ് എന്ന് പറയുന്നത് ക്യാൻ ബി അസൈൻഡ് ഈവൻ ഇൻ റെസ്പെക്ട് ഓഫ് ഫ്യൂച്ചർ വർക്ക് ഓഫ് ദ ഓദർ. ആ ഒരു ഓദറിൻ്റെ ഫ്യൂച്ചർ വർക്കിൽ വരുന്ന കോപ്പി റൈറ്റുകളും ഇതുപോലെ തന്നെ അസൈൻ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ആ ഒരു അസൈൻമെൻറ്റിനകത്ത് അതും വരും. അപ്പോൾ അങ്ങനെ വരുമ്പം ആ വർക്ക് എപ്പോഴാണോ എക്സിസ്റ്റൻസിലേക്ക് വരുന്നത് അപ്പം തൊട്ടേ ഈ ഒരു അസൈൻമെൻറ്റ് അവിടെ എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ, അത് ഇഫക്റ്റായിട്ട് മാറത്തുള്ളൂ. ഇപ്പം ഇനിയുള്ള ഫ്യൂച്ചർ വർക്ക്സിനും അസൈൻമെൻറ്റ് കൊടുക്കുന്നു എന്ന് ഇതുപോലെ തന്നെ ട്രാൻസ്ഫർ അവിടെ ചെയ്ത് കൊടുക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആ വർക്ക് അവിടെ എക്സിസ്റ്റൻസി വന്നാൽ മാത്രമേ ഈ ഒരു അസൈൻമെൻറ്റ് അവിടെ എഫക്റ്റിലേക്ക് വരത്തുള്ളൂ. അപ്പോൾ അത്രയും ഓർക്കുക. നമ്മൾ അസൈൻമെൻറ്റ് ഓഫ് കോപ്പി റൈറ്റിനെ പറ്റിയാണ് പറഞ്ഞത്. സെക്ഷൻ 18, 19, 19A അസൈൻമെൻറ്റിനെ പറ്റി പറയുന്നത്. അപ്പോൾ ആദ്യം എന്താണ് ഓർക്കേണ്ടത്? ആ ഒരു കോപ്പി റൈറ്റിൻ്റെ തന്നെ ഹോൾ റൈറ്റായിട്ടും കൊടുക്കാം, അല്ലെങ്കിൽ പാർട്ടായിട്ടും കൊടുക്കും. പിന്നീട് എന്താണ്? ഇത് അബ്സല്യൂട്ട് ആയിരിക്കാം, അല്ലെങ്കിൽ ചില കണ്ടീഷൻസ് അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻസ് അവിടെ വെച്ചിട്ടുണ്ടായിരിക്കാം. പിന്നെ ഈ അസൈൻമെൻ്റ് എന്ന് പറയുന്നത് ആ ഒരു ഫുൾ ടേമിലേക്കായിരിക്കും, അല്ലെങ്കിൽ ഒരു ലിമിറ്റഡ് പീരീഡിലേക്കായിരിക്കും. പിന്നെ ഈ അസൈൻമെൻ്റ് എന്ന് പറയുന്നത് വാലിഡ് ആക്കണം എന്നുണ്ടെങ്കിൽ അത് ഇൻ റൈറ്റിംഗ് ആയിരിക്കണം. അതുപോലെ തന്നെ അത് അസൈനർ സൈൻ ചെയ്തിട്ടുണ്ടായിരിക്കണം, അല്ലെങ്കിൽ അസൈനർ ഡ്യൂലി ഓതറൈസ് ചെയ്ത ഒരു ഏജൻ്റ് ആയിരിക്കണം ഇത് കൊടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴേ ആ ഒരു അസൈൻമെൻറ്റ് വാലിഡായിട്ട് വരത്തുള്ളൂ. പിന്നീട് ഈ ഒരു അസൈൻമെൻറ്റ് ഇൻസ്ട്രുമെൻറ്റിൽ തന്നെ വർക്ക് എന്താണ്, അതുപോലെ അസൈൻ ചെയ്ത് കിട്ടിയ റൈറ്റ് എന്തൊക്കെയാണ്, ദെൻ ഡ്യൂറേഷന്, ടെറിട്ടോറിയൽ എക്സ്റ്റെൻറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കണം. പിന്നെ ഈ ഒരു അസൈൻമെൻറ്റിൻ്റെ ഇൻസ്ട്രുമെൻറ്റിൻ്റെ കോപ്പിക്കകത്ത് എത്ര എമൗണ്ട് ഓഫ് റോയൽറ്റി ആണ് എന്നുള്ളൊരു കാര്യം ഓതറിന് കൊടുക്കേണ്ടത് എത്ര ആണെന്നുള്ളത് അതിൻ്റെ ഒരു എമൗണ്ട് എത്ര ആണെന്ന് കൊടുത്തിരിക്കുക, സ്പെസിഫൈ ചെയ്തിരിക്കണം. ദെൻ ഈ ഒരു റൈറ്റ് 1 ഇയറിനുള്ളിൽ എക്സസൈസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ റൈറ്റ് അവിടെ ഇലാപ്സ്ഡ് ആകും, 1 ഇയർ കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കും, അൺലെസ് അതർവൈസ് പ്രൊവൈഡഡ്. ആ ഒരു കാര്യം കൂടെ ഓർക്കുക. ദെൻ അത് കഴിഞ്ഞിട്ട് എന്താ പറഞ്ഞത്? ഇപ്പം നോർമലി ടേം ഓഫ് എത്രയാണെന്ന് ഈ ഒരു പീരീഡ് എത്രയാണെന്ന് നോക്കിയില്ല എന്നുണ്ടെങ്കിൽ, കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, സ്പെസിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായിരിക്കും? അത് 5 വർഷമായിട്ടാണ് നമ്മൾ ഡീം ചെയ്യുന്നത്. അതുപോലെ തന്നെ ടെറിട്ടോറിയൽ എക്സ്റ്റെൻറ്റും സ്പെസിഫൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് എന്തായിട്ട് പ്രിസ്യൂം ചെയ്യും? ഇന്ത്യക്കുള്ളിൽ തന്നെയാണ് ആ എക്സ്റ്റെൻറ്റ് വരുന്നത് എന്നുള്ള കാര്യം ആയിരിക്കും ഈ ഒരു അവിടെ പ്രിസ്യൂം ചെയ്യുന്നത്. ദെൻ അത് കഴിഞ്ഞിട്ട് എന്താ നമ്മൾ പറഞ്ഞത്? ഇപ്പം അസൈനിക്ക് വേണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഓദറിനെ റീസ്ട്രെയിൻ ചെയ്യാൻ പറ്റും. ഓദർ അസൈനിക്ക് അസൈൻ ചെയ്ത് കൊടുത്ത റൈറ്റുകൾ എക്സസൈസ് ചെയ്യുന്നതിൽ നിന്നും ഓദറിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ആർക്ക് പറ്റും? അസൈനിക്ക് പറ്റും. അതുപോലെ തന്നെ ഫ്യൂച്ചർ വർക്കിൻ്റെ കാര്യത്തിലാണ് അസൈൻമെൻറ്റ് അവിടെ അസൈൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ആ വർക്കുകൾ എക്സിസ്റ്റൻസിൽ വരുന്ന സമയത്ത് മാത്രമേ ആ ഒരു അസൈൻമെൻറ്റ് അവിടെ ഇഫക്റ്റിലേക്ക് വരത്തുള്ളൂ. ഇത്രയാണ് നമ്മൾ അസൈൻമെൻറ്റിനെ പറ്റി പറഞ്ഞ കാര്യങ്ങൾ. ഇനി നമുക്ക് ഇതിനകത്ത് ഒരെണ്ണം കൂടെ നോക്കാം, ട്രാൻസ്മിഷൻ എന്നുള്ളൊരു കാര്യം. അപ്പോൾ കോപ്പി റൈറ്റിനെ അസൈൻമെൻറ്റ് വഴിയോ അല്ലെങ്കിൽ ടെസ്റ്റമെൻ്ററി ഡിസ്പോസിഷൻ വഴിയോ അല്ലെങ്കിൽ ഓപ്പറേഷൻ ഓഫ് ലോ വഴിയോ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പം ഒന്നുകിൽ ഈ വില്ലൊക്കെ എഴുതി വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ അസൈൻമെൻറ്റ് വഴിയോ ഇതുപോലെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തുകൊണ്ടോ അല്ലാതെ നിയമപ്രകാരമോ കോപ്പി റൈറ്റിനെ ട്രാൻസ്ഫർ ചെയ്യാം എന്നാണ് പറയുന്നത്. അപ്പം ഈ ഒരു ഓണർ ഓഫ് ദ കോപ്പി റൈറ്റ് മരിക്കുകയാണ്. അപ്പോൾ കോപ്പി റൈറ്റ് എന്ത് ചെയ്യും? അത് അയാളുടെ ലീഗൽ ഹെയേഴ്സിലേക്ക് പാസ്സായി പോകും.
അങ്ങനെയുള്ളൊരു പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്നതാണ് അങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മളതിനെ പറയുന്നതാണ് ട്രാൻസ്മിഷൻ ഓഫ് കോപ്പിറൈറ്റ് എന്ന് പറയുന്നത്. ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ അസൈൻമെൻ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ആ ഒരു കോപ്പിറൈറ്റിൻ്റെ തന്നെ ട്രാൻസ്ഫറാണ് അസൈൻമെൻ്റ് എന്ന് പറയുന്നത്. ട്രാൻസ്മിഷൻ എന്ന് പറയുമ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ആ ഒരു ഓതർ മരിക്കുന്ന സമയത്ത് അയാളുടെ ലീഗൽ ഹെയർസിലേക്ക് ഇത് പാസ്സാകുന്നതിനെയാണ് നമ്മൾ ട്രാൻസ്മിഷൻ എന്ന് വിളിക്കുന്നത്. ഇനി if a manuscript of literary, dramatic or musical work or artistic work is bequeathed to a legatee without specifically bequeathing the copyright, the bequest will carry with it copyright എന്ന് പറയുമ്പം ഒരു ലിറ്റററി, ഡ്രാമറ്റിക് അല്ലെങ്കിൽ മ്യൂസിക്കൽ അല്ലെങ്കിൽ ആർട്ടിസ്റ്റിക് വർക്കിൻ്റെ ഒരു മാനുസ്ക്രിപ്റ്റ് ഒരു ലെഗറ്റിക്ക് ബെക്യുത്ത് ചെയ്യാണ്. അപ്പോൾ ലെഗറ്റി എന്ന് പറഞ്ഞാൽ ഒരു ലെഗസി റിസീവ് ചെയ്യുന്ന ആളാണ്. ബെക്യുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് ഒരു ബെനിഫിഷ്യറി, നമ്മൾ ഈ ലെഗറ്റി എന്ന് പറയുന്നത് ഒരു ബെനിഫിഷ്യറിയാണ്. അപ്പോൾ ഒരു ബെനിഫിഷ്യറിക്ക് ഒരു വില്ല് വഴി എന്തെങ്കിലും പ്രോപ്പർട്ടിയോ അങ്ങനെ എന്തെങ്കിലും ഇത് കൊടുക്കുന്നതിനാണ് നമ്മൾ ബെക്യുത്ത് ചെയ്യാന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു ലിറ്റററി, ഡ്രാമറ്റിക് അല്ലെങ്കിൽ മ്യൂസിക്കലോ ആർട്ടിസ്റ്റിക് വർക്കൊക്കെ ഇതുപോലെ ബെക്യുത്ത് ചെയ്ത് കൊടുക്കുകയാണ്, ഒരു വില്ല് വഴി കൊടുക്കുകയാണ്. അപ്പോൾ അവിടെ ഈ സ്പെസിഫിക്കലി പറഞ്ഞിട്ടില്ല ഇതിൻ്റെ കോപ്പിറൈറ്റും കൂടി ഈ ഒരാൾക്ക് കൊടുക്കുന്നു എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടില്ല. അങ്ങനെ സ്പെസിഫിക്കലി പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും ആ ഒരു പറഞ്ഞതിൻ്റെ അകത്ത് ഈ കോപ്പിറൈറ്റും കൂടെ ഉൾപ്പെടുത്താവുന്നതാണ്. അതാണ് അവിടെ പറയുന്നൊരു കാര്യം. അപ്പോൾ ഇതാണ് നമുക്ക് അസൈൻമെൻറ്റും അതുപോലെ തന്നെ ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞിട്ട് 2 ടോപ്പിക്കുള്ളത്. ഇനി ഇതിൻ്റെ തന്നെ ബാലൻസ് ആയിട്ട് വരുന്നതാണ് ലൈസൻസ് എന്നുള്ളൊരു ടോപ്പിക്ക്. അപ്പോൾ അത് നമുക്കിനി അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അതിൻ്റെ അത് നമുക്ക് കമ്പൽസറി ലൈസൻസ് അങ്ങനെ കുറച്ച് പഠിക്കാനുണ്ട്. അപ്പോൾ അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. സോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക, ആൻഡ് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.